ഇന്നലെ ചേർന്ന കേരള സ്റ്റേറ്റ് IPC കൗൺസിൽ അതായത് പ്രസ്ബിറ്ററിയിൽ സഭയെ രക്ഷിക്കുന്നതിനായി നിർണായക തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. കേരള സ്റ്റേറ്റ് IPCക്ക് വിരോധമായി ഇന്ററിം കമ്മിറ്റിയെ തീരുമാനിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി തുടരുന്ന ജനറൽ നൽകിയ കത്തുകൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് സ്റ്റേറ്റ് കൗൺസിൽ അങ്ങ് തീരുമാനിച്ചു. IPC സ്റ്റേറ്റ് അല്ലെങ്കിൽ റീജിയനിലെ ശുശ്രൂഷകരെ നിയമിക്കുന്നതും നീക്കുന്നതും നടപടികൾ കൈക്കൊള്ളുന്നതും ഭരണഘടനാ പ്രകാരം അധികാരമുള്ളത് അതായത് സ്റ്റേറ്റ് അഥവാ റീജിയൻ ആണ് എന്നതിനാൽ പാസ്റ്റർ ഡാനിയൽ കൊന്നൽ നിൽക്കുന്നതിനെ പുറത്താക്കുവാൻ ഭരണഘടന അനുസരിച്ച് ജനറൽ കൗൺസിലിന് അധികാരം ഇല്ലാത്തതുകൊണ്ട് നിയമവിരുദ്ധമായി തുടരുന്ന ജനറൽ ഇറക്കിയ കത്ത് സ്റ്റേറ്റ് കൗൺസിൽ അംഗീകരിക്കുന്നില്ല എന്നും തീരുമാനിച്ചു. വിഘടന പ്രവർത്തനം നടത്തുകയും സ്റ്റേറ്റ് IPCയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുറന്ന് നിയമവിരുദ്ധമായി പണം പിരിക്കുകയും ചെയ്ത പാസ്റ്റർ സിസി എബ്രഹാം, KP കുര്യൻ, ജെയിംസ് ജോർജ് എന്നിവർക്ക് എതിരെ ക്രിമിനൽ കേസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ സിസി എബ്രഹാമിനെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുന്നതിന് മുന്നോടിയായി ഷോക്കോസ് നോട്ടീസ് അയക്കാനും തീരുമാനം എടുത്തിരിക്കുകയാണ്. സഭാവിരുദ്ധമായി വിഘടന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട പാസ്റ്റർ സിസി എബ്രഹാം, സണ്ണി കുര്യൻ, രാജു ആനിക്കാട്, ജെയിംസ് ജോർജ് വേങ്ങൂർ, ബിജു രാമക്കൽമേട് എന്നിവരെ കൗൺസിലിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കേരള സ്റ്റേറ്റ് പ്രവർത്തനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് മലബാർ രൂപീകരണത്തിൽ പ്രവർത്തിച്ചവരിൽ ഉൾപ്പെട്ട കൗൺസിൽ അംഗങ്ങളായിരുന്നവരെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നേതൃത്വം നൽകുകയും വിവിധ ക്രിമിനൽ കേസുകളിൽ നിരന്തരം ഉൾപ്പെടുകയും കൗൺസിൽ രേഖകൾ കൃത്രിമമായി ഉണ്ടാക്കി ദുരുപയോഗപ്പെടുത്തുകയും ചെയ്ത KP കുര്യനെ പാസ്റ്റർ ക്രെഡൻഷ്യൽ നഷ്ടമാക്കി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കുമ്പനാട് സെന്റർ പാസ്റ്റർ സ്ഥാനത്ത് നിന്ന് വത്സൻ എബ്രഹാമിനെ നീക്കം ചെയ്തിരിക്കുകയാണ്. പാസ്റ്റർ ഷിബു നെടുവേലെ കുമ്പനാട് സെന്റർ പാസ്റ്ററായി നിയമിക്കുകയും ചെയ്തു. RTA അനുസരിച്ച് ഏലൂർ രജിസ്ട്രാർ ഓഫീസ് നൽകിയതും നിലവിലുള്ളതുമായ ഭരണഘടന അനുസരിച്ച് 2024-25 വർഷത്തിലെ മെമ്പർഷിപ്പ് 5 രൂപ വീതം സ്വീകരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് സെന്ററുകൾ നേരിട്ട് ഓഫീസിൽ നൽകണം. IPC കേരള സ്റ്റേറ്റ് ഇലക്ഷൻ 2026 മാർച്ച് 9 നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. IPC കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനായി റിട്ടയർഡ് കോഴഞ്ചേരി പഞ്ചായത്ത് സെക്രട്ടറി ജോൺ തോമസിനെ, റിട്ടയർഡ് ഓഫീസർമാരായി പാസ്റ്റർ സാംകുട്ടി ചാക്കോ നിലമ്പൂർ, ബെന്നി കൊച്ചുവടക്കേതിൽ, ഡോക്ടർ സാബു ജോൺ എന്നിവരെ നിയമിച്ചിരിക്കുകയാണ്. IPC കേരള സ്റ്റേറ്റ് ഓഫീസ് പ്രവർത്തനങ്ങളിൽ പുതിയ 2 പേരെ നിയമിക്കുവാനും തീരുമാനിച്ചിരിക്കുകയാണ്.